ഹായ് നമസ്കാരം. പുതുവർഷം തുടങ്ങി 2 മാസങ്ങൾ കഴിയുമ്പോൾ സിനിമയുടെ കാര്യത്തിലും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ച് വന്ന പലതും തകർന്നു വീണപ്പോൾ മറ്റു ചില സിനിമകൾ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട് ആ സിനിമകൾക്കിടയിലൂടെ. ഈ വർഷം പരിഗണിക്കുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങൾ കൂടെ പരിഗണിക്കണം. 2 ചിത്രങ്ങൾ ഈ വർഷവും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ. പത്മകുമാർ സംവിധാനം ചെയ്ത് ജോജു പ്രധാന വേഷത്തെത്തിയ ജോസഫ് എന്ന ചിത്രവും സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തെത്തിയ ഞാൻ പ്രകാശൻ ഇപ്പോഴും പ്രധാന സെൻറ്ററുകളിലൊക്കെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞിടത്തോളം 50 കോടിക്ക് മുകളിൽ കളക്ഷനും വന്നിട്ടുണ്ട്. ഈ വർഷത്തെ 2 മാസത്തെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ജനാധിപൻ മുതൽ വാരിക്കുയിലെ കൊലപാതകം വരെ 27 സിനിമകളാണ് റിലീസ് ചെയ്തത്. പ്രതീക്ഷകൾ നൽകി തന്നെ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമകളുടെ വിശേഷങ്ങൾ അവസാനം പറയാം, കാരണം അതിൻ്റെ ഒരു വിജയ പരാജയങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയാനായിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നന്നായിട്ട്. എങ്കിലും വലിയ ഹിറ്റായ 2 ചിത്രങ്ങൾ ഈ മാസത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ 2 മാസങ്ങൾക്കിടയിൽ ആദ്യത്തേതോ കുമ്പളങ്ങി നൈറ്റ്സ് ആണ്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ശ്യാം പുഷ്കറിൻ്റെ തിരക്കഥയിൽ നവാഗതനായ മധുസി നാരായണൻ സംവിധാനം ചെയ്ത് സൗബിൻ, ഫഹദ് തുടങ്ങിയവർ പ്രധാന വേഷത്തെത്തിയ ചിത്രം ആദ്യ ദിവസം മുതൽ നല്ല പ്രതികരണം നേടി മുന്നോട്ട് പോകുന്നു. കുടുംബ പ്രേക്ഷകരടക്കം എല്ലാവർക്കും സ്വീകാര്യമായൊരു സിനിമയായി മുന്നോട്ട് പോകുമ്പോൾ ഈ വർഷത്തെ ഒരു ബമ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. ഞാൻ ഈ വർഷം 2 തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. നല്ല പ്രകടനങ്ങൾ, ടെക്നിക്കൽ വശങ്ങളിലും മികവ് പുലർത്തുന്ന സിനിമ. മൊത്തത്തിൽ ഒരു ഗംഭീര സിനിമ എന്ന് ഉറപ്പിക്കാവുന്ന ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ്. വിജയത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്ന സിനിമ ആസിഫ് അലി, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന് ജിസ് ജോയ് സംവിധാനം ചെയ്ത വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രമാണ്. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വന്ന് ഫീൽ ഗുഡ് സിനിമയായി കാണുന്ന പ്രേക്ഷകൻ്റെ കൂടെ മനസ്സ് നിറച്ച ചിത്രം. ഇപ്പോഴും പ്രധാന സെൻറ്ററുകളിലൊക്കെ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. മേക്കിങ്ങിൽ ചിത്രത്തിൻ്റെ ആദ്യ പകുതി ഒരു രക്ഷയുമില്ലായിരുന്നു എന്നാണ് പേഴ്സണൽ അഭിപ്രായം. ഈ ദിവസങ്ങൾക്കിടയിൽ വന്ന ശ്രദ്ധേയമായ മറ്റൊരു ചിത്രം പൃഥ്വിരാജ് നായക വേഷത്തിൽ വന്ന് ജനുസ് മുഹമ്മദ് സംവിധാനം ചെയ്ത നയൻ എന്ന ചിത്രമാണ്. വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രം. സിനിമയെക്കുറിച്ചായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. എങ്കിലും മേക്കിങ്ങിൽ ജനുസ് എന്ന സംവിധായകൻ കിടുവാണെന്നാണ് പേഴ്സണൽ അഭിപ്രായം. ഒരു ഫീൽ ഗുഡ് അനുഭവം എന്ന രീതിയിൽ ജൂൺ എന്ന സിനിമയും കൊള്ളാം. രജീഷയുടെ ഗംഭീര പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിലധികമായുള്ള കാത്തിരിപ്പിനൊടുവിൽ വന്ന അഡാർ ലവ് എന്ന ചിത്രത്തിനും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ക്ലൈമാക്സ് മാറ്റിയൊക്കെ വന്നെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമാണ്. രാമലീലയ്ക്ക് ശേഷം വന്ന അരുൺ ഗോപിയുടെ ചിത്രം എന്ന ലേബലിൽ വന്ന പ്രണവ് മോഹൻലാൽ നായകനായി വന്ന 21ാം നൂറ്റാണ്ടാണ് ഈ 2 മാസങ്ങൾക്കിടയിൽ വമ്പൻ പരാജയമായ ഒരു സിനിമയെന്ന് തോന്നുന്നത്. സമ്മിശ്ര അഭിപ്രായമായിരുന്നെങ്കിലും അത്യാവശ്യം കളക്ട് ചെയ്ത സിനിമയായിരുന്നു മിഖായൽ. മോശമല്ലാത്ത അഭിപ്രായം ഉണ്ടായിട്ടും വിജയമാകാതെ പോയൊരു സിനിമയാണ് നീയും ഞാനും. ജയറാമിൻ്റെ കുടുംബചിത്രം എന്ന ലേബലിൽ ശ്രദ്ധ നേടിയെങ്കിലും ലോനപ്പൻ്റെ മാമോദീസയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ശബ്ദ സാങ്കേതിക വിദ്യയിൽ പരീക്ഷണങ്ങളുമായി വന്ന പ്രാണ എന്ന ചിത്രവും ഒരു ചലനം ഉണ്ടാക്കാതെയാണ് കടന്നുപോയത്. ഈ വർഷം അടയാളപ്പെടുത്തുമ്പോൾ ബിലഹരി എന്ന സംവിധായകരെ കൂടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. മേക്കിങ്ങിൽ അള്ളു രാമേന്ദ്രൻ മികവ് പുലർത്തുന്നുണ്ട്. ഈ വർഷം വാച്ചബിൾ സിനിമ എന്ന നിലയിൽ തീർച്ചയായും പരിഗണിക്കാവുന്ന സിനിമ തന്നെയാണ് അള്ളു രാമേന്ദ്രൻ. കഴിഞ്ഞ ആഴ്ചത്തെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ GS പ്രദീപിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ സ്വർണ്ണ മത്സ്യങ്ങൾ കാലിക പ്രസക്തമായ വിഷയം തന്നെ പറയുമ്പോഴും പലപ്പോഴും ഒരു ഡോക്യുഫിക്ഷൻ സ്വഭാവം നന്നായി വരുന്നുണ്ട്. ജീത്തു ജോസഫിൻ്റെ മിശ്രാൻ മിസ് റൗഡി എത്തുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതിൽ പലയിടത്തും പാളിപ്പോകുന്നുണ്ട്. വാരിക്കുയിലെ കൊലപാതകം രസകരമായ ത്രില്ലർ എന്ന നിലയിൽ പ്രേക്ഷകനെ ആകർഷിക്കുന്നുണ്ട്. ഈ വർഷത്തെ നല്ലൊരു വിജയമാവാൻ ചാൻസ് ഉള്ള മറ്റൊരു ചിത്രം ബി ഉണ്ണികൃഷ്ണൻ്റെ സംവിധാനത്തിൽ ദിലീപ് പ്രധാന വേഷത്തെത്തിയ കോടതി സംശയം ബാലം വക്കീൽ എന്ന ചിത്രമാണ്. കോമഡി ത്രില്ലറായി തന്നെ നല്ല കളക്ഷനോടെ ചിത്രം മുന്നോട്ട് പോകുന്നു. ബാക്കി വിശേഷങ്ങൾ വരും ആഴ്ചകളിൽ അറിയാൻ വേണ്ടി പറ്റും, അതിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ. വ്യത്യസ്തമായ രീതികളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. റിയലിസ്റ്റിക് സിനിമകളായാലും ത്രില്ലർ സിനിമകളായാലും കോമഡി എൻ്റർടൈനർ ആയാലും ഫീൽ ഗുഡ് സിനിമകളായാലും അതിൻ്റെ മികവോടെ തന്നെ എത്തുമ്പോൾ പ്രേക്ഷകനും സന്തോഷമാണ്. അടുത്ത 2 മാസക്കാലം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള മാസമാണെന്ന് തോന്നുന്നു. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് വരുന്നത്. ആട് 2-ന് ശേഷം മിഥുൻ മാനുവൽ തോമസിൻ്റെ ചിത്രം അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്, പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ലൂസിഫർ, പുലിമുരുകന് ശേഷം വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകൻ വേഷത്തിലെത്തുന്ന പോക്കിരാജയുടെ 2ാം ഭാഗം മധുരരാജ, ദുൽഖർ സൽമാൻ നായക വേഷത്തിലെത്തുന്ന ഒരു യമണ്ടൻ പ്രേമകഥ, ആഷിഖ് കപൂറിൻ്റെ വൈറസ്, ഫഹദ് ഫാസിൽ നായക വേഷത്തിലെത്തുന്ന അതിരൻ, ടൊവിനോ നായകനാവുന്ന കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോകുന്നു. നല്ല സിനിമകൾ വരട്ടെ. ഈ 2 മാസത്തെ സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ 2 മാസങ്ങൾക്കിടയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളെക്കുറിച്ച് വിശേഷങ്ങളും പങ്കുവെക്കുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.